നമസ്കാരം. മലയാളികളുടെ എക്കാലത്തെയും ഇഷ്ട ഗായികയാണ് KS ചിത്ര. കേരളത്തിന്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ചിത്രയുടെ ഒരു വീഡിയോയാണ് കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിന ദിവസം എല്ലാവരും രാമനാമം ജപിക്കണമെന്നും വിളക്ക് തെളിയിക്കണമെന്നും നമ്മുടെ ചിത്ര ചേച്ചി പറഞ്ഞതാണ് ഇപ്പോൾ പ്രശ്നമായത്. ഇപ്പോഴത്തെ KS ചിത്രയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് നുസ്രത് ജഹാൻ. രാമമന്ത്രങ്ങളും രാമന്റെ കൊടിയും ഹനുമാൻജിയുടെ കൊടികളും സാഫ്രൻ നിറത്തിലുള്ള കാവി നിറത്തിലുള്ള കൊടികളും കൊണ്ട് ഡൽഹി നിറഞ്ഞിരിക്കുന്ന ആഘോഷത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഡൽഹിക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഡൽഹിയിൽ ഇരുന്ന് ഞാൻ കേരളത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഫാസിസത്തിനെതിരെ പറഞ്ഞ് ആൾക്കാർ ഫാസിസം തന്നെയല്ലേ ഉപയോഗിക്കുന്നതെന്ന് തോന്നിപ്പോകുന്ന ഒരു സംഭവമാണ് ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ കാണാൻ പറ്റിയത്. ചിത്ര ചേച്ചി KS ചിത്ര എന്ന വാനമ്പാടിക്ക് അവരുടെ മതവും അവർ ജനിച്ച വളർന്ന മതവും അവരുടെ രാഷ്ട്രത്തിനെ പറ്റിയും സംസാരിക്കാനുള്ള അധികാരമില്ലേ? അത് എന്ത് രാഷ്ട്രീയ? ഫാസിസത്തിനെ പറഞ്ഞ് എതിർക്കുന്നവര് നിങ്ങൾ കാണിക്കുന്നതല്ലേ, ഇവര് കാണിക്കുന്നതല്ലേ ഫാസിസം? ഈ ചിത്ര ചേച്ചിയെ പോലത്തെ ദൈവികമായ ശബ്ദമുള്ള ഒരു പാട്ടുകാരി, നമ്മുടെ ഹൃദയത്തിലൊക്കെ അവരുടെ ശബ്ദം ദൈവത്തിന്റെ പേരിൽ പല ഭജനങ്ങളും പല ഭക്തിഗാനങ്ങളും അവർ പാടിയത് നമ്മുടെയൊക്കെ മനസ്സിൽ എന്നെന്നും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ശബ്ദത്തിന്റെ ഉടമയായ അവര് രാമമന്ത്രം ജപിക്കണം, പ്രാണപ്രതിഷ്ഠയെന്ന് വിളക്ക് വെക്കണം എന്ന് പറഞ്ഞത് ഇത്ര വലിയൊരു അപരാധമായി അവരെ ഇത്ര അപമാനിക്കാനുണ്ടോ എന്നുള്ളതാണ് ചോദിക്കേണ്ട ഒരു ചോദ്യം. അത് ഒരു സ്വാതന്ത്ര്യമില്ലായ്മ എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? അപ്പൊ സാധാരണ ഇതുപോലെ എത്രയോ കലാകാരന്മാർക്ക് അവരെ എഴുത്തുകാർക്കും അവരുടെ സ്വാതന്ത്ര്യം ഇല്ലേ? സ്വാതന്ത്ര്യം ഇന്നിപ്പോ ഒരു സ്ത്രീയെ നിങ്ങൾ അപമാനിച്ചെങ്കിൽ, ആ നാട് അപമാനിച്ചെങ്കിൽ, നാളെ ഒരുപാട് സ്ത്രീകളെ നിങ്ങൾ അപമാനിക്കുക ആൾക്കാരെ. കാരണം ഇന്ന് രാമൻ പറഞ്ഞാല് ഭാരതത്തിന്റെ ധർമ്മത്തിനെ നിലനിർത്താൻ വന്ന ഒരു അവതാരമായിട്ട് തന്നെ നമ്മൾ വിഷ്ണുവിന്റെ 7ാമത്തെ അവതാരത്തിനെ വീണ്ടും നമ്മൾ പ്രതിഷ്ഠിക്കുന്ന പോലെ ഉള്ള പണ്ടത്തെ കാലമല്ല, അത് മനസ്സിലാക്കണം. ഇന്ന് ആരും രാമന്റെ പേര് അറിഞ്ഞ് പേടിച്ചു പോകേണ്ട ഒരു രാഷ്ട്രത്തിലല്ല ഇന്ന് ഭാരതം. കാരണം ഭക്തി നിറഞ്ഞ ഒരു ഭാരതം എന്നുണ്ട്. അതുപോലെ എത്രയോ ഭക്തിയുള്ള എത്രയോ പേര് ഈ KS ചിത്രനെ എന്ന ഗായകീനെ സംരക്ഷിക്കാനുണ്ടാവും എന്നുള്ള ഓർക്കണം. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ മുസ്ലിമായ ഞാൻ പറയുമ്പോൾ എൻ്റെ പിന്നാലെ വരുന്ന പോലെ തന്നെ അവര് ജനിച്ചു വളർന്ന മതമാണ്. ആ ജനിച്ചു വളർന്ന മതത്തിന് എല്ലാവരും മനസ്സിലും ഉണ്ടാവും. നിങ്ങളെ മതത്തിനെ പറയുന്ന പോലെ തന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ മതത്തിനെ ബഹുമാനിക്കാനും ആസ്വദിക്കാനും അതിൽ പ്രാർത്ഥിക്കാനും ഒക്കെ കൊണ്ടുള്ള ഒരു അധികാരമുണ്ട്. ഇന്ന് ഭക്തിയുടെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ ഭാരതം. കാരണം ഭാരതത്തിന്റെ സംസ്കാരത്തിന് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി നമുക്കുള്ളപ്പോൾ ഇന്ന് ഭക്തിയുള്ളവർക്ക് ഒരു പേടിയും പേടിക്കേണ്ട. അതാണ് നമ്മളെയൊക്കെ ധൈര്യം. ഭക്തി ഉണ്ടോ അവരെ താങ്ങി നിർത്താൻ ഒരു രാഷ്ട്രീയം വേണ്ട. ഭക്തരായ ജനങ്ങളെ, ഭാരതത്തിലെ ഭക്തി നിറഞ്ഞ സനാതന ധർമ്മത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ, എല്ലാ കലാകാരികളെ, ആർക്കാണോ ഏത് മതത്തിലാണോ ആരാണ് സത്യസന്ധമായ മതത്തില് വിശ്വസിച്ച് ഭക്തിയുള്ളവരെ ചേർത്ത് നിർത്താൻ ഇന്ന് ഭാരതത്തിലെ ഭക്തർക്ക് സാധിക്കുമെന്നും അതിനൊരു പേടിയില്ല. തീവ്രവാദികളെ മാത്രമാണ്, വർഗീയവാദികളെ മാത്രമാണ് ഭാരതം ഇന്ന് എതിർക്കുന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു കാലം ആണെന്നുള്ളത് ഒന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ നമ്മളെ ജനതയെ. വേറെ എവിടെയും ഇല്ലാത്ത പോലെയാണ് കേരളത്തിലുള്ളവർക്ക് മാത്രമാണ് നമ്മളെ മലയാളികൾ ഇത്രയും വിദ്യാസമ്പന്നരായി രാഷ്ട്രത്തിന് വേണ്ടിയുള്ള ഒരു വിദ്യ കൊണ്ട് എല്ലാം നേടിയവര്, ശാസ്ത്രം കൊണ്ട് നേടിയവര് എല്ലാം ഉണ്ട് പറയുന്ന ആൾക്കാർക്ക് ഇപ്പോ ചിത്ര ചേച്ചി രാമനെ പറഞ്ഞപ്പോൾ മാത്രം ഇളകി ഒരു കളിയാക്കലും പരിഹാസവും അവരെ പറയാതെയും വിളിക്കാതെയും കാര്യങ്ങളൊന്നുമില്ല. അത് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോണ്. കാരണം ഇത്രയും നമ്മൾ തരം താന്നോ മലയാളി എന്നുള്ളതാണെന്ന് ഇപ്പൊ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു സന്ദേശം അതാണോ?
ഇന്ത്യയിൽ തന്നെ ഏറ്റവും സാക്ഷരത നേടിയ കേരളം എന്ന് കാണിച്ചു കൊടുക്കുന്ന മെസ്സേജ് എന്താണ് നമ്മൾ അതിലൂടെ മെസ്സേജ് കൊടുക്കുന്നത് മനസ്സിലാക്കട്ടെ. കാരണം നമ്മളെയൊക്കെ മനസ്സിൽ ചിത്ര എന്നൊരു വ്യക്തിക്ക് ഒരുപാട് സ്ഥാനം പല ഭക്തിഗാനങ്ങളിലൂടെയും നമ്മളെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന KS ചിത്രക്കുണ്ട്. അപ്പോൾ ഭാരതം എന്നത്തെ പോലത്തെ ഭാരതമല്ല, ദിസ് ഇസ് പുതിയൊരു ഭാരതം തന്നെ വന്നു. ത്രേതായുഗത്തിലെ ശക്തി പോലെ തന്നെ ഭാരതത്തിന്റെ അധിനിവേശങ്ങളെ അടിച്ചമർത്തി എല്ലാത്തുനിന്നും രക്ഷപ്പെടുത്തിയിട്ട് ഒരു പുതിയ യുഗം ഭാരതത്തിന് തുടങ്ങുക. വെറും സയന്റിഫിക് കൊണ്ടല്ല, നമ്മളെ വിശ്വാസം കൊണ്ട്, ഭക്തിയെ കൊണ്ട്, ദൈവത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട്. കാരണം ദൈവം എന്ന് പറയുന്ന ഒരു ശക്തി അല്ലാതെ അതിനു വേണ്ടിയിട്ട് ഒരു കളറോ ഇതൊന്നുമല്ല. സനാതന ധർമ്മത്തിൽ എല്ലാരെയും ഒന്നിച്ചു പിടിക്കാനുള്ള ലോകോ സുഖിനോ ഭവന്തു എന്നാണ് KS ചിത്ര പാടിയിട്ടുള്ളത്. അത് തന്നെയാണ് ഇന്ന് ഭാരതത്തിലെ 90 കോടി ജനങ്ങളും വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിന്റെ മേലെ മുറുകെ പിടിക്കാൻ ഇന്ന് ഭാരതത്തിന് ഒരു പ്രധാനമന്ത്രിയുണ്ട്. അതുപോലെ ഭക്തിസാന്ദ്രമായ ഒരു ഭാരതമാണെന്ന് നമ്മുടെ മുമ്പിലുള്ളതെന്നും മറക്കണ്ട. ആരൊക്കെ ഗായിക KS ചിത്രയ്ക്കെതിരെ രംഗത്തെത്തിയാലും സനാതനധർമ്മത്തെ പരിപാലിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും ശ്രീരാമ ഭക്തർക്കൊപ്പം ഉണ്ടാകുമെന്ന് നുസ്രത് ജഹാൻ പറയുന്നു. കൂടാതെ കേരളത്തിൽ ഒരു പക്ഷക്കാർക്ക് മാത്രം തങ്ങളുടെ അഭിപ്രായം പറയാൻ അവകാശമില്ല എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ ചിത്രയ്ക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണം. മതേതര രാജ്യമായ ഭാരതത്തിൽ ഏത് മതത്തിൽ വിശ്വസിക്കാനും അത് ഉറക്കെ പറയാനുമുള്ള അവകാശമുണ്ട്. അതിനാൽ തന്നെ ഗായിക ചിത്രയ്ക്കൊപ്പം എല്ലാവരും ഉണ്ടാകുമെന്നും നുസ്രത് ജഹാൻ പറയുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.